ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അങ്ങനെ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമും കഴിഞ്ഞു. അപ്പോൾ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എഴുതിയവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ എത്ര കിട്ടി മാർക്സ് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ മാർക്സും അതുപോലെ ഏകദേശം നമുക്കൊരു കട്ട് ഓഫ് റേഞ്ച് എത്ര വരെ പോകും അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു 10th പ്രിലിംസിന്റെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ആ ഒരു മാറിപ്പോയ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ക്യാൻസൽ ആക്കിയ ഒരു പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് തോന്നാം. ഓക്കെ, അത് ഒബ്വിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ എന്താണ് കൺഫ്യൂസിങ് ആക്കാൻ പാകത്തിനുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 10th പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഈ ലാസ്റ്റ് സ്റ്റേജ് അതായത് സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റിനൈസൻസ് ലീഡേഴ്സിന്റെ ആണെങ്കിലും SCRT സയൻസ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നോക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ SCRT സോഷ്യൽ ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തന്നിരുന്നു. ഏതൊക്കെയാണ് 5 തൊട്ട് 10 വരെ ഉള്ളതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിരുന്നത്. ഇതിൽ നിന്ന് ആക്ച്വലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാ SCRT ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതിനൊരൊറ്റ കാരണമുള്ളൂ, കാരണം ഇതുവരെയുള്ള പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഞാനത് പറഞ്ഞത്. വരികൾ തന്നിട്ട് ഇനിയും ചോദിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പുതിയ SCRT ടെക്സ്റ്റിൽ ആ വരികൾ എടുത്ത് തന്നെ ആരാണ് എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ SCRT ക്ലാസ്സുകളുടെ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ SCRT ബേസ്ഡ് ആണ് കംപ്ലീറ്റ് LGS എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടുതലും അത് തന്നെയാണ്. അപ്പോൾ ഇനി മെയിൻസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. LGS മെയിൻസ് ഇപ്പോൾ പ്രിലിംസിന് ഓൾറെഡി കയറിയവർ എന്താണ് മെയിൻസ് വരെ വാലിഡിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു എക്സാം എഴുതിയ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നല്ലൊരു കമൻ്റ് ആണ് പറഞ്ഞത് ആഫ്റ്റർ ദി എക്സാം. ഓക്കെ, അത് ഞാൻ നല്ല വാക്കുകളാണ് പറഞ്ഞത്, ഒരുപാട് ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിൽ. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ, ആ ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടുക, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട്. അതിൽ ഈ പ്യുവർലി SCRT ക്ലാസ് എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് SCRT ക്ലാസ്സുകളാണ് 5 to 10. പക്ഷേ അതിൽ നിയർ ഫാക്ട്സ് മാത്രമല്ല എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ പറയുന്നുണ്ട്. പ്ലസ് കറണ്ട് അഫയേഴ്സിന്റെ ക്യാപ്ചർ നോട്ട് ഉണ്ട്, പ്ലസ് ടെസ്റ്റ് സീരീസിന്റെ ആക്ച്വലി ടെസ്റ്റ് സീരീസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം കൺഫ്യൂഷൻ ആക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഡെയിലി അത്രത്തോളം ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം ഏരിയാസ് കവർ ആകുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ പറഞ്ഞല്ലോ മെയിൻസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്യാം. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൻസിന് നല്ല രീതിയിൽ തന്നെ പഠിച്ച് സെറ്റാകാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിസംബർ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒന്നാണിത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു മെല്ലെപ്പോക്ക് നിങ്ങൾ അധികം കാര്യമാക്കേണ്ട, അത് കുറച്ചധികം പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. ആഫ്റ്റർ ദാറ്റ് എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നുള്ളത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഇതിൽ, തീർച്ചയായിട്ടും ഉണ്ട്. അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഇതൊക്കെ തന്നെയാണ്. ഇതിലിപ്പോൾ ലിറ്റന്റെ പ്രാദേശിക ഭാഷാ പത്ര നിയമമൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഞാൻ SCRT ക്ലാസ്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലിറ്റൻ ആണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതും അത് എന്തിനാ വെർനാക്കുലർ പ്ലസ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, ഇതൊക്കെ നമ്മുടെ SCRT ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ഒരാൾക്ക് അത് ശരിയായിട്ടുള്ള 2 പ്രസ്താവനകളാണ്, വിശദീകരണം ഒക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ SCRT ക്ലാസ് മാക്സിമം ആ ഒരു വിത്തിൻ ദ ലിമിറ്റ് എടുക്കുന്നത്. പിന്നീടും നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് കാണാം. പക്ഷേ എലിമിനേഷൻ വഴിയൊക്കെ ഇത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നതും ഉണ്ട്. മൊത്തത്തിൽ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നോക്കുമ്പോൾ ഇതിൽ എന്താണ് നമുക്കൊരു ഒബ്വിയസ്ലി 72 എബവ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, മാത്സ് ഓവറോൾ ഈസി ആണ്. അതിൽ ഒരു LGS ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എന്താണ് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ തോന്നാം. കാരണം ചില ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാം. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. വലിയ ടഫ്നെസ്സിലോട്ട് പോയിട്ടില്ല കാര്യങ്ങൾ. ബട്ട് മാത്സിന്റെ കാര്യത്തിൽ പ്രശ്നമാക്കാൻ സാധ്യതയുള്ളത് ടൈമാണ്. അതായത് ആ 1.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചിന്തിച്ചെടുക്കണം, ചെയ്ത് ഇതാണ് സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ബ്രിട്ടീഷ് കൗൺസിൽ ആക്ടിന്റെ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന്റെ എലിമിനേഷൻ വഴി ഈ ഒരു ഉത്തരത്തിലോട്ട് എത്താട്ടെ ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് ഈ 1909 ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് SCRT പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മാത്രമല്ല ഭരണഘടനയിലെ നാൾവഴികൾ എന്നുള്ള രീതിയിൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. ഓരോ ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവർ ഓരോന്നിലും കൊണ്ടുവന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LGS മെയിൻസ് നോക്കുന്നവരുണ്ട് എങ്കിൽ LGS മെയിൻസിന് മാത്രമായിട്ട് ഞാൻ പുതുതായിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ പുതുതായിട്ട് മെയിൻസ് കൺസേൺഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് LGS മെയിൻസ് വരെ വാലിഡിറ്റിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ LGS മെയിൻസ് കൺസേൺഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അത് അപ്പോൾ അതൊരു ഏകദേശം നമ്മളുടെ ഒരു 3.5 months കോഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് LGS മെയിൻസും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും, നല്ല സ്കോറിംഗിലോട്ട് എത്തി ടോപ്പ് റാങ്ക് ലിസ്റ്റിലോട്ട് എത്തും. ഓക്കെ, സോ നിങ്ങൾക്ക് LGS മെയിൻസ് കൺസേൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഓക്കെ, ത്രൂ ഔട്ട് ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ സയൻസ് ക്വസ്റ്റൻസ് ഒക്കെ കണ്ടു കാണുമല്ലോ, ചിലർക്ക് സയൻസ് ടഫ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം. സോ സയൻസിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീപ്പായിട്ട് നോക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ട്സോട് കൂടിയ ക്ലാസ് ഒക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ ഇതിൽ സയൻസ് വന്നേക്കണില്ല, നമ്മുടെ എന്താണ് ഔട്ട് ഓഫ് ദ സിലബസ് നമുക്ക് എക്സാക്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ ചില കാര്യങ്ങൾ അത്രയും ടഫ്നെസ് ചോദിക്കേണ്ടതില്ല. കാരണം ഇതൊരു LGS ലെവലാണ്, അതിന് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളൊരു LDCക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ അവർ അതിലേക്കും കയറിയിട്ടുണ്ട്. ഒരു പേപ്പറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പേപ്പറിന് മാത്രമായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ കട്ട് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഇനിവേസ് നിങ്ങൾക്കൊരു 70 to above ഒക്കെ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു കട്ട് ഓഫ് കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണിത്. കാരണം കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പക്ഷേ അവിടെ ഞാൻ പ്രശ്നം കാണുന്നത് ചിലപ്പോൾ ടൈം ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വരാം. ഈ ഓവറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ മാത്സിന്റെ ടൈം, ഇതൊക്കെ കുറച്ച് പ്രശ്നം തോന്നുന്നവർക്ക് അതിനനുസരിച്ച് ഇപ്പോൾ PSC എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്, പല പേപ്പേഴ്സ് എത്ര പേര് അറ്റംപ്റ്റ് ചെയ്തു, ഓവറോൾ എങ്ങനെയായിരുന്നു, കഴിഞ്ഞ പേപ്പേഴ്സിനെ വെച്ചിട്ടൊക്കെ അവർ ടാലി ചെയ്യാൻ നോക്കുകയാണല്ലോ ഇതിന്. അപ്പൊ എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു 70 to above ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇതിൽ എത്രത്തോളം ആൾക്കാർ, ഇപ്പൊ അത്രത്തോളം ആൾക്കാരുണ്ട് എങ്കിൽ, നല്ല സ്കോറിംഗ് ഉള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ കൂട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേസ് അതാണ് അതിന്റെ കാര്യം. പിന്നെ ഞാനിത് എൻ്റെ ഒരു എന്താണ് നമ്മളുടെ വീട്ടിലെ കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. ടൈം അവിടെ നമ്മളുടെ തലച്ചോറിലൊരു ബേർഡൻ ആയിരിക്കില്ല, നമ്മൾ നമ്മുടെ ഒരു രീതിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഓവറോൾ ഇത് ചെയ്തപ്പോൾ കിട്ടിയ മാർക്സ് 80 സംതിങ് ആണ് കേട്ടോ, 80 സംതിങ് ആണ്. അതൊരു ഇതായിരിക്കണം എന്നില്ല ഒരിക്കലും ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന മാർക്സ് കേട്ടോ. അത് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ഒരാൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതും എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നല്ലൊരു സ്കോറിംഗ് ഉള്ളവർ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. മെയിൻസ് എന്ന് പറയുന്നത് കട്ടയ്ക്ക് പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കൺഫേം ആണ്. നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. മാർക്സിന്റെ വെയിറ്റേജിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ ഉള്ളത്, കറണ്ട് അഫയേഴ്സിന് കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, എക്കണോമിക്സിന്റെ കുറച്ച് ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് LGS മെയിൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലും ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്, പുതുതായി ചേരുന്നവരുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. SCERT എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഫാക്ടർ ആണ്, ഞാൻ അന്നൊന്നും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുക. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് അതിലൂടെ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.